ആനോടി പൂരം കഴിഞ്ഞു എന്നിട്ടാണ് പൊങ്കാലയുടെ വീഡിയോ എന്ന് ചോദിക്കുന്നവരോട് ഇത്തിരി തിരക്കായി പോയിട്ടോ എന്ന് എടുത്തു വെച്ച വീഡിയോസ് ഇടാതിരിക്കാനും തോന്നണില്ല. ഇത് പൊങ്കാലയുടെ തലേദിവസം നമ്മൾ ടൗൺ കാണാൻ വേണ്ടി ഒരു ഡ്രൈവിന് ഇറങ്ങിയതാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷന് മുൻപിലുള്ള അവസ്ഥയാണിത്. എത്ര പേരാണെന്നറിയോ ഇതുപോലെ വന്ന് കിടക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ അടുപ്പുകളുടെ അടുത്ത് വന്ന് അവർ അവിടെ തന്നെ അന്ന് കിടന്നുറങ്ങുകയാണ്. ഇവർക്ക് വേണ്ട ഫുഡും വെള്ളവും ഒക്കെ ഗവൺമെൻറ് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ അമ്മാമ്മമാർ വരെ ഇതിൽ ഉൾപ്പെടും കേട്ടോ. ഇവരുടെ കൂടെ അവരുടേതായിട്ടുള്ള ആണുങ്ങളും എല്ലാവരും ഇതിൻ്റെ കൂടെ ഉണ്ട്. എല്ലാവരും ആ സ്ട്രീറ്റിൽ തന്നെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ പോലെയാണ് കേട്ടോ. നിറയെ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. അമ്പലങ്ങളിൽ പാട്ടുകൾ വെച്ചിട്ടുണ്ട്. ഗാനമേള നടക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലെ പൊങ്കാലയാണ് കേട്ടോ. ഞാൻ എത്തുമ്പോഴേക്കും പൂജാരി വന്ന് തീയൊക്കെ പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള കാഴ്ചകളാണ്. എല്ലാവരും കേരള സാരിയൊക്കെ എടുത്ത് നല്ല ഭംഗിയിൽ കുളിച്ചൊരുങ്ങിയിട്ടാണ് കേട്ടോ പൊങ്കാല ഇടാൻ വരിക. പൊങ്കാലയുടെ കൂടെ തന്നെ ഉണ്ടാക്കുന്ന ഐറ്റംസാണ് നമ്മുടെ തെരളിയപ്പവും അതുപോലെ തന്നെ മണ്ടപ്പുറ്റൂട്ടോ. ഇവിടെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വലിയവരായാലും കുഞ്ഞു കുട്ടികളാണെങ്കിലും വയസ്സായവരാണെങ്കിലും ആണുങ്ങളായാലും എല്ലാവരും ഒരുപോലെ ആവേശത്തിലായിരിക്കും കേട്ടോ. ചിലവർ ഈ പായസത്തിനോടൊപ്പം തന്നെ തെരളിയപ്പവും മണ്ടപ്പുറ്റും ഒക്കെ ഉണ്ടാക്കും. ചിലവർ പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ തെരളിയപ്പവും മണ്ടപ്പുറ്റും ഒക്കെ ഉണ്ടാക്കുള്ളൂ. ഞാനിത് 3ാമത്തെ തവണയാണ് കേട്ടോ ഈ ആറ്റുകാൽ പൊങ്കാല കാണുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. വല്ലാത്ത ചൂടും പുകയും ഒക്കെ ഏറ്റിട്ടാണ് ഇവിടെയുള്ള ഓരോ സ്ത്രീകളും ഈ പൊങ്കാല അർപ്പിക്കുന്നത്. എന്നാൽ ഇതൊന്നും ഇവരുടെ മുഖത്ത് കാണില്ല കേട്ടോ. ഇവരുടെ മനസ്സിലും മുഖത്തും ഒക്കെ ഒരേ ഒരു വികാരം മാത്രമാണ് കാണുന്നത്, പ്രാർത്ഥന. ഈ കാണുന്നതാണ് കേട്ടോ മണ്ടപ്പുറ്റ്. നമ്മുടെ ശിരസിന് വരുന്ന അസുഖങ്ങൾക്ക് വേണ്ടി ദേവിക്ക് പ്രസാദമായിട്ട് സമർപ്പിക്കുന്നതാണ് ഈ മണ്ടപ്പുറ്റ്. ചെറുപയറും അരിയും ഒക്കെ പൊടിച്ച് ഉണ്ടാക്കുന്ന ഒരു തരം പലഹാരമാണ് കേട്ടോ ഇത് നമ്മുടെ തെരളിയപ്പാണ്. പിള്ളേർക്ക് അന്നത്തെ ദിവസം കൊള്ളിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തരും മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത് ഓരോ തരത്തിലാണ് കേട്ടോ. പക്ഷേ ഇത് ശരിക്കും ഉണ്ടാക്കുന്നത് നമ്മുടെ തലയുടെ ആകൃതിയിലാണെന്നാണ് പറയുന്നത്, കണ്ണും മൂക്കും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ അമ്മാമ്മ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കൗതുകത്തിന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇത് കഴിഞ്ഞിട്ട് റോഡിൻ്റെ അവസ്ഥയാണ്. നിറയെ കടലാസുകളും ഇഷ്ടികകളും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ വീട്ടിൽ നിറയെ ഈ പൊങ്കാലപ്പായസവും മണ്ടപ്പുറ്റും തെരളിയപ്പും ഒക്കെ ആയിട്ട് നിറച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2 ദിവസത്തേക്ക് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ സ്നാക്സ്. അങ്ങനെ ഇക്കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാലയും കഴിഞ്ഞിരിക്കണു. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഈ ആറ്റുകാൽ പൊങ്കാല ആസ്വദിച്ചു എന്ന് കരുതുന്നു അല്ലേ?